അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കോഴിക്കോട് ബീച്ച് പോയാലും വയനാട് ചുരത്തിൽ പോയാലൊക്കെ അവിടെ നിന്ന് മുട്ട മസാല കഴിക്കാറില്ലേ, കാടമുട്ട പൊരിച്ചത്. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ എഗ്ഗാണ്, 5 എണ്ണം പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചത്. പൊടികൾ എടുത്തിട്ടുള്ളത് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് ഇഷ്ടമല്ല. 1 സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, കറിവേപ്പില. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന്. ഇതിനു വേണ്ടി ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവ ഈ ചൂടുള്ള എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചൂടായതിനു ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഒരു 3 മിനിറ്റ് വേവാൻ മിക്സാകാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ, കരിഞ്ഞു പോകരുത്. പൊടികളൊക്കെ ചേർക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ്. നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അവർക്ക് മുട്ടൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ. നൊസ്റ്റാൾജിയ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ടും അതുപോലെ വയനാട് ചുരത്തിലൊക്കെ ഇറങ്ങുമ്പം. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കും. അസ്സലാമു അലൈക്കും.